കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയങ്ങളൊന്നാണ് ചണ്ഡീഗഡിലെ മേയർ ഇലക്ഷൻ. കഴിഞ്ഞ വർഷം നടന്ന മേയർ ഇലക്ഷനകത്ത് വർണ്ണാധികാരി ഉപയോഗിച്ച് അധികാരം BJP കൈക്കലാക്കിയിരുന്നു. വ്യക്തമായ ഭൂരിപക്ഷം ഇന്ത്യ സഖ്യത്തിന്, ആം ആദ്മി പാർട്ടിക്ക്, കോൺഗ്രസിനുള്ള ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചെങ്കിലും വർണ്ണാധികാരി ഉപയോഗിച്ച് 6 വോട്ടുകൾ അസാധുവാക്കിയിട്ടാണ് ചണ്ഡീഗഡിലെ മേയർ സ്ഥാനം BJP കൈക്കലാക്കിയത്. അവസാനം ഈ കാര്യം സുപ്രീം കോടതിയിലെത്തുകയും മാത്രമല്ല വർണ്ണാധികാരി നിയമവിരുദ്ധ പ്രവൃത്തി കാണിക്കുന്ന CCTV വിഷ്വൽ കൂടി പുറത്തു വന്നതോടെ കേസ് രൂക്ഷമാവുകയും കേസ് അവസാനം സുപ്രീം കോടതിയിലെത്തുകയും സുപ്രീം കോടതി പുതിയ ഇലക്ഷൻ നടത്താൻ ഉത്തരവിടുകയുമായിരുന്നു. ആ ഉത്തരവ് പ്രകാരമുള്ള പുതിയ ഇലക്ഷനാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ആ ഇലക്ഷനകത്തും BJP തന്നെ വിജയിച്ചിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് വലിയ തിരിച്ചടിയാണ്. പക്ഷേ ഈ തിരിച്ചടി എങ്ങനെ വന്നു എന്ന കാര്യം ഈ രണ്ട് പാർട്ടികളും വ്യക്തമായി പരീക്ഷിക്കേണ്ടത് തന്നെയാണ്, പഠിക്കേണ്ടത് തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലത്തെ കക്ഷിനില അനുസരിച്ച് 16 സീറ്റുകൾ മാത്രമാണ് അവിടെ BJPക്കുള്ളത്. ആം ആദ്മി പാർട്ടിക്ക് 13ഉം കോൺഗ്രസിന് 6ഉമാണുള്ളത്. മാത്രമല്ല വോട്ടവകാശമുള്ള ചണ്ഡീഗഡിലെ MP ഇപ്പോൾ കോൺഗ്രസിൻ്റെ MP തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് BJP MP ആയിരുന്നു. അങ്ങനെ 20 വോട്ട് വ്യക്തമായിട്ടും ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് ഉണ്ടാവേണ്ടതാണ് ചണ്ഡീഗഡിൽ. പക്ഷേ അവസാനം വോട്ട് പെട്ടി തുറന്നപ്പോഴത്തേക്കും 19 വോട്ടുമായിട്ട് ഇപ്പോൾ BJP വീണ്ടും അവിടെ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. മേയർ സ്ഥാനാർത്ഥി, അവിടുത്തെ മേയർ ഇപ്പോൾ BJPയുടെ മേയറായിരിക്കുകയാണ്. അത്ര ഗുരുതരമായ ഒരു സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ വോട്ടാണ് BJPയിലേക്ക് ചോർന്നത് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. 13 സീറ്റ് ആം ആദ്മി പാർട്ടി കൊണ്ട് മാത്രമല്ല ഡൽഹി ഇലക്ഷൻ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയിലെ ഒരൊറ്റൊരാളും BJPയുമായിട്ട് സഖ്യത്തിനോ അല്ലെ ചർച്ചയ്ക്കോ പോകത്തില്ല എന്നും സാമൂഹ്യ മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ വോട്ടായിരിക്കും BJPയിലേക്ക് ചോർന്നത് എന്നാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കാര്യം. വാർത്തയിലേക്ക് വരുമ്പോഴത്തേക്കും കഴിഞ്ഞ വർഷം ക്രമക്കേട് നടത്തിയത് കൈയോടെ പിടികൂടിയ ചണ്ഡീഗഡ് കോർപ്പറേഷനിൽ ഇത്തവണ മേയർ ഇലക്ഷനിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിനെതിരെ BJPക്ക് വിജയം. ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രേമലതയ്ക്ക് 17 വോട്ടും BJP സ്ഥാനാർത്ഥി ഹർപ്രീത് കൗർ ബാബിലേക്ക് 19 വോട്ടുകളുമാണ് ലഭിച്ചത്. വ്യാഴാഴ്ച രാവിലെ 11:20 ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ അസംബ്ലി ഹാളിൽ ആരംഭിച്ച പോളിംഗ് ഉച്ചയ്ക്ക് 12:19 അവസാനിച്ചത്. ഇലക്ഷൻ വോട്ടവകാശമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർ, ചണ്ഡീഗഡ് MP എന്നിവർ ഉൾപ്പെടെ 35 അംഗങ്ങളാണ് കോർപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ളത്. അതിൽ BJPക്ക് 16ഉം ആം ആദ്മി പാർട്ടിക്ക് 13, കോൺഗ്രസിന് 6ഉം ചണ്ഡീഗഡ് MP 1 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. അവിടെ നിന്നാണ് BJPയുടെ സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിക്ക് 19 വോട്ടും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് 17 വോട്ടുമാണ് ലഭിച്ചത്. 17, 10, 36 വോട്ട്. ആ 36 വോട്ടിനകത്ത് ഒരു കാരണവശാലും BJP മുൻപിൽ വരാൻ സാധ്യതയില്ലായിരുന്നു. അവിടുന്ന് BJP മുൻപിൽ വന്നിരിക്കുകയാണ്. അത് കോൺഗ്രസിൻ്റെ വോട്ടാണ് അപ്പുറത്തെത്തിയത് എന്നാണ് ഇപ്പോൾ ശക്തമായിട്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇലക്ഷന് മുൻപുള്ള ദിവസങ്ങൾ മുമ്പ് കോൺഗ്രസിൻ്റെ ഒരു കൗൺസിൽ BJPയിലേക്ക് കൂറുമാറിയിരുന്നു. അങ്ങനെയാണ് BJPക്ക് 16 സീറ്റ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കൂറുമാറ്റത്തിനുള്ള സാധ്യത തള്ളിക്കളയാൻ ഒക്കത്തില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല രഹസ്യ ബാലറ്റിനനുസരിച്ചാണ് വോട്ടെടുപ്പ് വന്നത്. ആ വോട്ടെടുപ്പ് നിരീക്ഷിക്കാൻ വേണ്ടി ഒരു മുൻ പഞ്ചാബ് ഹൈക്കോടതി ജഡ്ജിയെ സുപ്രീം കോടതി ചുമതലപ്പെടുത്തിയിരുന്നു. ആ ജഡ്ജിയുടെ പ്രത്യേക നിരീക്ഷണത്തിലാണ് ആ ഇലക്ഷൻ നടന്നത്. അത്രമാത്രം കുറ്റമറ്റതായിട്ട് നടത്താൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് നടന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അങ്ങനെയാണെങ്കിൽ ആ രഹസ്യ ബാലറ്റിനകത്ത് ആരോ ഒരാൾ BJPക്ക് അനുകൂലമായിട്ട് ഇന്ത്യ സഖ്യത്തിനകത്തുനിന്ന് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിനകത്തും BJPക്ക് അനുകൂലമായിട്ട് നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാടെടുത്ത ആൾ കോൺഗ്രസ് ആണോ ഈ ആം ആദ്മി പാർട്ടി ആണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ആണെന്നുള്ള ആരോപണം ഇപ്പോൾ ശക്തമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശക്തമായിട്ട് തന്നെയുണ്ട്. എന്തൊക്കെയായാലും ഏറെ ചർച്ചാ വിഷയമായിട്ടുള്ള ചണ്ഡീഗഡിലെ മേയർ ഇലക്ഷനകത്ത് വീണ്ടും BJPയുടെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുകയാണ്. ഇത്തവണ കോൺഗ്രസിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെ വോട്ടിന് മുകളിൽ BJPയുടെ വോട്ട് എത്തിയിരിക്കുകയാണ്. ചർച്ച ചെയ്യേണ്ടതാണ്, അന്വേഷിക്കേണ്ട കാര്യമാണ്. കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് ചണ്ഡീഗഡിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്.